ഹലോ ഫ്രണ്ട്സ്, ബിഡോൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമുക്ക് ഓവർ വാലറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓവർ വാലറ്റിൽ ഇപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. OKX എക്സ്ചേഞ്ചിലും അതേപോലെ തന്നെ ഫ്ലിപ്സ്റ്റർ എക്സ്ചേഞ്ചിലും നമുക്ക് ലിസ്റ്റിംഗ് ഉടനെ തന്നെ വരുന്നുണ്ട്. കാരണം അതിൻ്റെ റീസൺസ് നമുക്ക് OKX എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോപീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് നമ്മുടെ ലോഞ്ച് പാഡ് പോലെ തന്നെ അത്രയ്ക്കും വലുതല്ല, പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ ഏതെങ്കിലും കോയിൻസൊക്കെ OKX എക്സ്ചേഞ്ചിൽ വരാൻ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോപീഡിയയിൽ അത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഓവർ വാലറ്റിൻ്റെ ടോക്കൺ, അതായത് ഓവർ ടോക്കൺ ഈ ഒരു ക്രിപ്റ്റോപീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഫ്യൂച്ചറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൊണ്ട് ഈ ഒരു KYC പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. മെയ് 31 വരെയുള്ളൂ ഈ ഒരു KYC ചെയ്യാനുള്ള ഒരു ടൈം. അതായത് നമുക്ക് ഇനി വെറും 4 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാ പ്രൊസീജിയറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ബോട്ടും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാപ്പ് ഷോപ്പ് എന്നാണ് ആ ഒരു ബോട്ടിൻ്റെ പേര്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കാണുക. ആ ഒരു ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നല്ല രീതിക്ക് ഒരു മൈനിങ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു ഓവർ വാലറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ കാണിക്കാത്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് നോക്കാം OKX ക്രിപ്റ്റോപീഡിയ ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗൈഡും കൂടെ കാണിക്കും. അപ്പോൾ ഈ ഒരു ഗൈഡിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരാം. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഓവർ വാലറ്റ് മെയിൻ നെറ്റ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. മെയിൻ നെറ്റ് ഉടനെ തന്നെ അവർ ലോഞ്ച് ആകാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഗെറ്റ് റെഡി ഫോർ എയർ ഡ്രോപ്പ്, ഈ ഒരു ഗെറ്റ് റെഡി ഫോർ എയർ ഡ്രോപ്പിലാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ടെസ്റ്റ് ടോക്കൺ എല്ലാ ഡേയിലും 10 ടോക്കൺസ് വെച്ച് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു ക്രിപ്റ്റോപീഡിയയിൽ ഒരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് OKXലും 10 കിട്ടും. ആ ഒരു 10 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓവർ വാലറ്റിലോട്ടേക്ക് സെൻഡും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിവിൽ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലോട്ടേക്കും പോവാം. സിവിൽ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ KYC ആണ്. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഇവർ വേറൊരു നെയിമിൽ സിവിൽ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നാഷണാലിറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സെക്കൻഡ് ലിങ്ക് ഫ്ലിപ്സ്റ്റർ അക്കൗണ്ട് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലിപ്സ്റ്ററിൻ്റെ അക്കൗണ്ട് നിങ്ങൾ മുന്നേ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലിപ്സ്റ്ററിൽ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ഫ്ലിപ്സ്റ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയും. ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഇൻ്റർഫേസിലോട്ടേക്ക് നിങ്ങൾ വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾ നേരെ താഴെ 4 സെക്ഷൻ കാണിക്കും. ട്രേഡ്, ചലഞ്ച്, ഏൺ ആൻഡ് അസറ്റ്. ഇതിൽ അസറ്റിൽ ക്ലിക്ക് ചെയ്യാം. അസറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി പാസ്വേഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാനായിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ താഴത്തോട്ടേക്ക് പോവുക. താഴത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, റീ എൻ്റർ പാസ്വേഡ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിലിലോട്ടേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് വരെ ഇവിടെ വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ഇനേബിൾ ആയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല, നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അതിനുവേണ്ടി ഇവർ തന്നെ വെരിഫൈ ആൻഡ് ഗെറ്റ് അപ് ടു 50 USDT എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവും. ജസ്റ്റ് ചെക്ക് ഇൻ നൗ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ ആ ഒരു KYCയുടെ പേജിലോട്ടേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ നേരെ ചെക്ക് ഇൻ നൗ കൊടുക്കുക, ഗെറ്റ് യുവർ ബോണസ് നൗ. അപ്പോൾ ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയൊരു എമൗണ്ട് ഓഫ് USDT അവർ ഒരു മന്തിന്, അതായത് 30 ഡേയ്സിന് കണ്ടിന്യൂസ് ആയി തന്നുകൊണ്ടിരിക്കും. എൻ്റെ KYC കംപ്ലീറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് ഞാനിവിടെ ചെക്കിങ് കൊടുത്ത സമയത്ത് എനിക്ക് 0.1 USDT കിട്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് 1 USDT കിട്ടാം, ചിലപ്പോൾ 0.01 USDT കിട്ടാം. അതൊക്കെ നമ്മൾ ലെക്ക് ബേസ്ഡാണ്. അപ്പോൾ നമുക്ക് 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബോണസ് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് അപ് ടു 50 USDT വരെ ടോട്ടലായിട്ട് ഏൺ ചെയ്യാൻ, അക്കുമുലേറ്റീവ് എമൗണ്ട് ഏൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ KYCയുടെ പേജിലോട്ടേക്ക് വരും. ഇവിടെ നമ്മൾ ഇമെയിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. അത് നമ്മൾ ഈ ഒരു ലെവൽ 1 and 2 മാത്രം വെരിഫൈ ചെയ്താൽ മതി. 3 and 4 ഒന്നും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തേൽ വെരിഫൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസിഡൻറ്റ് എവിടത്തെയാണ് ചോദിക്കും. ജസ്റ്റ് അതേഴ്സ് കൊടുത്താൽ മതി. അതേഴ്സ് കൊടുത്ത ശേഷം നമുക്ക് നേരെ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ സെൽഫി എടുക്കണം, കാരണം ലൈവ്ലിനെസ് പ്രൂഫാണ്. തേർഡ് നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് ID പ്രൂഫ് നമ്മൾ വെരിഫൈ ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പിന്നെ സിറ്റി, അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു 2 ഓപ്ഷൻ കൂടി ഉണ്ടാവും, പിൻകോഡും കൺട്രി ഓഫ് ഒറിജിൻ, അങ്ങനത്തെ 2 ഓപ്ഷൻ കൂടി ഉണ്ടാവും. അതും കൂടെ ഫില്ല് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ ലൈവ്ലിനെസ് ചെക്കിലോട്ടേക്ക് പോകും. നമ്മുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ആ ഒരു നമ്മുടെ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ പറയും.
ആ ഒരു പ്രൊസീജിയറൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഡാറ്റ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഓപ്ഷനാണ് നമ്മുടെ ID പ്രൂഫ് വെരിഫിക്കേഷൻ. അതിനുവേണ്ടി നമ്മൾ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ് ഏത് വേണമെങ്കിലും കൊടുക്കാം. അതിൽ ID കാർഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ ID കാർഡ് ക്ലിക്ക് ചെയ്ത് പാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ID പ്രൂഫ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവർ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ പറയും. ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തതിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ വിത്തിൻ ഒരു 2 മിനിറ്റ്സും പോലും എടുക്കില്ല. നമ്മുടെ ID പ്രൂഫ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു ബോണസ് സെക്ഷനിലോട്ട് പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ടായിരുന്നു. ആ ഒരു ബോണസിൽ പോയി ചെക്കിന് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ നോക്കാം. എനിക്ക് 0.1 USDT കിട്ടി. അപ്പോൾ ഫസ്റ്റ് ദിവസം 0.1. ഇങ്ങനെ നിങ്ങൾ 30 ഡേയ്സ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു USDT ഇനേബിൾ ചെയ്ത് കിട്ടും. എല്ലാ ദിവസവും 5:30 മോർണിംഗ് 5:30 ആയിരിക്കും ഇത് റീസെറ്റ് ആകുക. അപ്പം നിങ്ങൾ അടുത്ത ദിവസം 5:30 വരുന്നതിന് മുന്നേ വന്ന് ചെക്ക് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിവാർഡ് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഇത് മിസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഓവർ വാലറ്റിൻ്റെ ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് ബോണസ് ആയിട്ട് ഈ ഒരു എയർ ഡ്രോപ്പും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഡണ്ണ് കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓവർ വാലിലോട്ട് തന്നെ വരിക. ഓവർ വാലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു എയർ ഡ്രോപ്പിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ഫ്ലിപ്സർ അക്കൗണ്ട് അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫ്ലിപ്സർ കൊടുക്കുക. ഫ്ലിപ്സർ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എഗ്രി ടു ഷെയർ യുവർ ഫ്ലിപ്സർ അക്കൗണ്ട് സ്റ്റാറ്റസ് വിത്ത് ഓവർ വാലറ്റ് അതിൽ എഗ്രി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർ വാലറ്റും ഫ്ലിപ്സറുമായിട്ട് ലിങ്ക് ചെയ്യാണ്. കാരണം നമ്മൾ ഈ ഒരു ഓവർ വാലറ്റിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ KYC ചെയ്യുന്നില്ല. ഫ്ലിപ്സറിൽ നമ്മൾ KYC ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു KYC ഇവർ യൂസ് ചെയ്തിട്ട് ഇവർ ഈ ഒരു എയർ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലിപ്സറിൽ KYC ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സിബിൽ ഡിറ്റക്ഷനും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു OKXൽ ഈ ഒരു KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. കൺഗ്രാജുലേഷൻ, യു ആർ എലിജിബിൾ ഫോർ ദ എയർ ഡ്രോപ്പ്. നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിന് എലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് 5 ദിവസം കൂടെ ഉള്ളൂ ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. May 31 ലാസ്റ്റ് ഡേ. അപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടില്ല. കാരണം കുറേ ആൾക്കാരൊക്കെ മുന്നേ തൊട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ മിസ് ചെയ്യാതെ ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത പ്രൊസീജിയർ നമ്മുടെ OKX ഇൻറ്റു ഓവർ വാലറ്റ് നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവർ ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഡെയിലി 10 ടോക്കൺ വെച്ചിട്ട് നമ്മൾ OKX വാലറ്റിൽ കയറുന്ന സമയം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ പോകുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം. 10 ഞാൻ ഇന്നലെ ഒരു 10 ഇന്നൊരു 10 വേറെ ഈ ഒരു 9.99 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോപീഡിയ പറഞ്ഞായിരുന്നു OKX വാലറ്റിൻ്റെ ആ ഒരു സംഭവത്തിൽ നമ്മൾ ക്രിപ്റ്റോപീഡിയയുടെ കുറച്ച് ടാസ്ക് ഉണ്ട്. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് 10 ഡെസ്റ്റിനേറ്റ് ടോക്കൺ കിട്ടും. ആ ഒരു ടോക്കൺ കൂടെ നമുക്ക് ഈ ഒരു വാലറ്റിലോട്ടേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു OKXൻ്റെ ഓവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജോയിൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കും. ഇവരെല്ലാ പ്രൊസീജിയറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റാർട്ട് കോസ്റ്റ് ഫ്രം OKX വാലറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ OKX എക്സ്ചേഞ്ചിലോട്ടേക്ക് പോകും. എക്സ്ചേഞ്ചിൻ്റെ ടോപ്പിൽ തന്നെ നമുക്ക് വാലറ്റ് ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ് ഓപ്ഷൻ ഇവിടെ വരും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴത്ത് നമുക്ക് നോക്കാം. ഒരു 5 ഓപ്ഷൻ ഉണ്ടാകും. ഇതിൽ ഹോം, ട്രേഡ്, മാർക്കറ്റ് പ്ലേസ്, ഡെഫി, ഡിസ്കവർ. നേരെ ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് DApps ഉണ്ടാകും, ക്രിപ്റ്റോപീഡിയ ഉണ്ടാകും, ഇവൻറ്റ്സ് ഉണ്ടാകും. അതിൽ ക്രിപ്റ്റോപീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴത്തോട്ടേക്ക് വരുന്ന സമയം നമുക്കിവിടെ ഓവർ പ്രോട്ടോക്കോൾ ഉണ്ടാകും. ക്ലെയിം 10 ഓവർ ഡെയിലി ആൻഡ് വിൻ യുവർ എയർ ഡ്രോപ്പ്. നമുക്ക് ഡെയിലി ഇതിൽ 10 ഓവർ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഗോ കൊടുക്കുക. ഗോ കൊടുക്കുമ്പോൾ നമുക്ക് വെരിഫൈ കോസ്റ്റ് സ്റ്റാറ്റസ് എന്നുണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നോക്കാം. വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി ആൻഡ് ക്ലെയിം 10 ഓവർ ഡെയിലി. അതിൽ വെരിഫൈ യുവർ ഐഡൻറ്റിറ്റിയിൽ ജസ്റ്റ് സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഐഡൻറ്റിറ്റി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഓവർ വാലറ്റിൻ്റെ ഇമെയിൽ ID അടിക്കാൻ വേണ്ടി പറയും. ജസ്റ്റ് ആ ഒരു ഓവർ വാലറ്റിൻ്റെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യാം. നമുക്ക് നേരെ ഓവർ വാലറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺഫേം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഇവിടെ വെരിഫൈ ആവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഓവർ വാലറ്റ് വരെ നമുക്ക് ടോപ്പിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും OKX ഇൻറ്റു ഓവർ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. നേരെ കൺഫർമേഷൻ കൊടുക്കുക. സക്സസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് യു ആർ സക്സസ്ഫുള്ളി കൺഫേംഡ് ദ റിക്വസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. അപ്പോൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് വരണം. അത് ക്ലെയിം 10 ഓവർ ഡെയിലി. ആ 10 ഓവർ ഡെയിലിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനത്തെ പേജിലോട്ടേക്ക് പോകും. ക്ലെയിം 10 ഓവർ. ഒരു ഓവറിൽ ക്ലിക്ക് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ യു ഗോ ടു 10 ഓവർ, സി യു ടുമാറോ. നമുക്ക് ഇന്നത്തെ ഒരു 10 ഓവർ ടോക്കൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്ത് നമുക്ക് നമ്മുടെ വാലറ്റിലോട്ടേക്ക് വരണം. വാലറ്റിൽ വരാൻ വേണ്ടി നമ്മൾ നേരെ ഹോം സെഷനിൽ പോവുക. നമ്മൾ അസറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ അസറ്റ് എല്ലാം വരും. ഇവിടെ താഴത്ത് വരുമ്പോൾ മാനേജ് ക്രിപ്റ്റോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഈ ഒരു മാനേജ് ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെർച്ച് ഓപ്ഷൻ വരും. അതിൽ ഓവർ അടിക്കുക. ഓവർ അടിക്കുന്ന സമയത്ത് നമുക്ക് ഓവർ ടെസ്റ്റ് നെറ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ വേറെയും കുറേ ഓവറും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതൊന്നുമല്ല, ഓവർ ടെസ്റ്റ് നെറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇനേബിൾ കൊടുത്താൽ മതി. എന്നിട്ട് ബാക്ക് പോവാം. ബാക്കിൽ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ഓവർ ടോക്കൺ 10 ഓവർ ടോക്കൺ അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ വാലറ്റിലോട്ടേക്ക് വരിക. വാലറ്റിൽ വന്നിട്ട് ഏത് ഓവർ വാലറ്റിലോട്ടേക്ക് വരണം. ഓവർ വാലറ്റിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു അഡ്രസ്സ് ജസ്റ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഇപ്പോൾ നോക്കാം, എൻ്റെ കയ്യിൽ 20 ഓവർ ടോക്കണാണ് ഇവിടെ നമുക്ക് കറൻ്റ്ലി ഉള്ളത്. നമ്മൾ OKX വാലറ്റിൽ വന്നിട്ട് ആ ഒരു ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക. ബാലൻസ് 10 ഉണ്ട്. ഈ ഒരു 10 നമ്മൾ ഓവർ വാലറ്റിലോട്ടേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ ഓവർ വാലറ്റിലോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 9.99 ടോക്കൺസും കൂടെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ 29.99 ടോക്കൺസ് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ നമുക്ക് 10 ടോക്കൺ ആയിരിക്കും ഈ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ ടൈമിൽ നമുക്ക് ഓവർ വാലിൽ കിട്ടുക. നമുക്ക് ഈ ഒരു OKXലും കൂടെ ഡെയിലി 10 കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 20 ടോക്കൺ ഡെയിലി ഇതിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എയർ ഡ്രോപ്പ്, ടെസ്റ്റ് നെറ്റ്, മെയിൻ നെറ്റൊക്കെ എപ്പോഴാണ് വരുമെന്ന് അറിയില്ല. നിങ്ങൾ മാക്സിമം അതിന് മുന്നേ എന്തൊക്കെ പ്രൊസീജിയറിൽ ഈ ഒരു ടോക്കൺസൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഒരു പ്രൊസീജിയറിലൊക്കെ ഈ ഒരു ടോക്കൺ ക്ലെയിം ചെയ്ത് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മൾ ഫുൾ പ്രൊസീജിയറും ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയ സമയം വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഗുഡ് ബൈ.